മുട്ടി മുട്ടി നടക്കാൻ തൊട്ടൊരുമിയിരിക്കാൻ 24/7 ഫുൾ ഡേ തിങ്കൾ പാടിക്കൊണ്ട് തുടങ്ങാൻ വിചാരിക്കും. ഞാൻ എൻ്റെ ഭാഗത്തേക്ക് എവിടെ ചെന്നാലും പാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു വെറൈറ്റി ചന്ദ്രോദയത്തിന്റെ കാന്തിയാലും അവൾ ചാരുണ്യം രാഗമാണ്. ഈ പാട്ടോട് എന്നാ ഒരുമിച്ചിട്ട് പാടാം. 1 2 3 ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ ചാരുണ്യ രാഗമാണ്. ഇനി വേറെ എന്താ അടുത്തെന്നാണ് പറയുക. ഇനി നിങ്ങൾ നമ്മളിവിടെ വന്നിട്ട് 2-3 പാട്ടൊക്കെ പാടി ഡാൻസ് കളിക്കണം. ഡാൻസ് കളിക്കണം ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്നു. നിങ്ങളുടെ ഡാൻസ് നല്ല വെട്ടിക്കൽ ഡാൻസ് ആണ് ഇവിടെ വന്ന 2 പേര് അടിപൊളി. ഞങ്ങൾ കോളേജിൽ വളരെ ശക്തമായിട്ട് ഇവിടെ ഒരു 10 കിലോമീറ്റർ മാറിയിട്ടുള്ള കോളേജിലാണ് ഞാൻ പഠിച്ചത്. എംഇഎസ് കോളേജ് മാറുന്നത് നിങ്ങൾ പരിചയമുള്ള കോളേജായിരിക്കും. നിങ്ങൾക്ക് പരിചയം പലരോടെ പഠിച്ചിട്ടുണ്ടാവും, പഠിക്കുന്നുണ്ടാവുമായിരിക്കും, ഇനി പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുമായിരിക്കും. അവിടെയാണ് പഠിച്ചത്. അപ്പോൾ അവിടുത്തെ ആ സമയത്തൊക്കെ ഈ പ്രൈവറ്റ് കോളേജുകളുടെ ഒരു ഉത്സവം നടക്കുമായിരുന്നു. നിറം എന്നായിരുന്നു ഒരു പേരിന് തൊട്ടപ്പുറത്തായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവാൻ വഴി നിങ്ങളൊക്കെ വളരെ കുഞ്ഞായിരുന്നിരിക്കും. അത് നിന്നിട്ട് എനിക്ക് തോന്നുന്നു 2006-2007 നിന്നുകൊണ്ട് തോന്നുന്നു. അതിനൊക്കെയാണ് അവസാനമായിട്ട് ഉണ്ടായിരുന്നത്. അത് ഞാൻ കൂടെ എനിക്ക് ചോദിക്കില്ല. അപ്പോൾ ആ കോളേജ് മൂഡിലേക്ക് വരാൻ ഞാൻ പറഞ്ഞോണ്ടെന്ന് വെച്ചാൽ 2 പേരും നിങ്ങളുടെ കൂട്ടത്തിൽ ഡാൻസ് ചെയ്തു. 2 പേരും നിങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ കൂടെ പാട്ട് പാടാണ്. കോളേജിൽ വൈകിട്ട് ചോദിച്ചാൽ ഭയങ്കര സൈലൻ്റായി പോയത്. 2 പേര് ഇത്രയും ശക്തരായ നിങ്ങൾക്കിടയിൽ നിന്ന് 2 പേര് പെൺകുട്ടികൾ ആരാ അണ്ണാ വരുന്നത്? ഒരു ഉത്സവമല്ല. ഒരാൾ പോയി ഇല്ലേ? ഈ കോളേജിൽ പാട്ട് പാടാൻ അറിയാവുന്ന 2 പേര് ധൈര്യമായിട്ട് നമ്മുടെ സ്വന്തം സ്റ്റേജാണ്. 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്റ്റേജ് വന്നിട്ട് പോകും. വെൽക്കം ടു ദി സ്റ്റേജ്. എൻ്റെ പേര് കോച്ച്. ഇംഗ്ലീഷ് ഫെസ്റ്റാണോ? ഇമ്പോർട്ടൻ്റ് ഒരാൾ കൂടി വരുമോ? എന്തെങ്കിലും മനസ്സിൽ പങ്കെടുക്കുന്നുണ്ടോ? ഓർഗനൈസറാണ്. അപ്പോൾ അതിന് പറ്റിയ അവസരമാണ് സ്റ്റേജ്. അപ്പൊ നമ്മൾക്ക് ഇദ്ദേഹത്തിന്റെ പാട്ട് കേട്ടാലോ? എല്ലാവർക്കും കൂടെ ആഘോഷമാണ്. എന്തായാലും നിങ്ങൾ വരവിട്ട് കൈയടിച്ച് വരവിട്ടില്ലേ? ഇനി ആ പാട്ടിൽ കൂടെ ശക്തമായി പ്രോത്സാഹിക്കട്ടെ. ഇനി ആരെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? Welcome to the city. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പാട്ട് കൂടി കേൾക്കാം.
ഇത് ചെറിയ കാര്യമാണ്. ഇപ്പൊ 2025 2015 പ്രേമം എന്ന് പറഞ്ഞ സിനിമയോട് കൂടിയാണ് ഞാൻ ഇൻഡസ്ട്രിയിൽ, മലയാളം ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് ടെക്നീഷ്യനായിട്ടൊക്കെ. അതും അൻപരക്ഷ എന്റർടൈൻമെന്റ് ആയിരുന്നു. ഞാൻ നിങ്ങൾക്ക് പാടാൻ പറഞ്ഞ ചെറിയൊരു ഉദ്ദേശത്തോടു കൂടിയാണ് രണ്ടുപേരും പാടാൻ വിളിച്ചത്. അതായത് ഈ 2025 10 വർഷമാകുമല്ലോ പ്രേമം റിലീസായിട്ട്. അപ്പോ കഴിഞ്ഞ 10 വർഷം ഞാൻ ഞാൻ എന്റെ പാട്ടുകളൊന്നും പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ 10 വർഷത്തിലാണെങ്കിൽ പാട്ടുകളെങ്കിലും ആരെങ്കിലും പാടുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ അത് ഞാൻ തന്നെ പാടും എന്നായിരിക്കും ചിലപ്പോൾ. അപ്പൊ എന്തായാലും അതുകൂടി കഴിഞ്ഞിട്ട് ഞാൻ പടം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പടം നിങ്ങൾ എന്തായാലും കാണണം. പ്രാവിപൂടി ഷാപ്പ്, വെൽക്കം ടു പ്രാവിപൂടി ഷാപ്പ്. നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. കള്ള് കുടിക്കാൻ മാത്രമല്ല, അവിടെ നല്ല ഉഗ്രൻ കറികളുണ്ട്, ഫുഡും ഉണ്ട്. അത് കഴിക്കാൻ വേണ്ടി നിങ്ങളെ ക്ഷണിക്കുകയാണ്. ശരിക്കുള്ള പ്രാവിപൂടി ഷാപ്പ് അല്ല, അങ്ങനെ പ്രാവിപൂടി ഷാപ്പുണ്ട്. ഞാൻ പറഞ്ഞ സിനിമ കാണാൻ പറഞ്ഞതാണ് പറഞ്ഞത്. എല്ലാവരും അടുത്ത ഷാപ്പിലേക്ക് പോയി. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ആ ഷാപ്പിന്റെ ഓണറാണ് ഇരിക്കുന്നത്. ബൊമ്പൻ ബാബു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പാട്ട് കൂടി ഇവിടെ വന്നിട്ട് അവസാനം എന്റെ പാട്ട് പാടാണ്ട് പോയി കഴിഞ്ഞാൽ അത് മോശമല്ലേ? മുട്ടി മുട്ടി നടക്കാൻ, തൊട്ട് ഒരുമിയിരിക്കാൻ, 24/7 ഫുൾ ഡേ കണ്ടിരിക്കാൻ, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പുറകെ നടന്നിട്ട് വരവീശിയെടുത്തിട്ട് നോടക്കാൻ, പെട്ടെന്ന് പോലും സഹിക്കാത്ത കൊച്ചും വലിച്ചു കെട്ടി ഒരുമിച്ച് നടന്നിട്ട് നോടക്കാൻ. അവർ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ പരിപാടിയെല്ലാം ഗംഭീരമാകട്ടെ. പുതിയ പാട്ടൊക്കെ പഠിച്ചു കിട്ടാറ്. പക്ഷെ പാട്ടുകളൊക്കെ നന്നായി ഉണ്ടാകുന്നുണ്ട്. ഇത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ പഴയ പാട്ടുകളായിരുന്നു. കണ്ണാടി മോശമാണല്ല പറഞ്ഞത്. ഞാൻ ജസ്റ്റ് ഏതാണ് വൈബ്? അയ്യോ ഒന്നും കൂടി ഏതാണ് വൈബ്? ഓക്കെ. ഞാൻ ഈ മൈക്ക് ആർക്കാ കൈമാറുന്നത്? ഞാൻ ഇങ്ങോട്ടേക്കാണ് കൈമാറുന്നത്. റെഡി? ഓ താങ്ക് യു. നമുക്ക് അടുത്ത എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവിടെ കണ്ടു.